നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസിയുടെ ഒരു വലിയ പോരായ്മ എന്ന് പറയുന്നത് ഇവിടെ തരികിട ക്രിമിനൽസിനും മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റും ആകാം, മെമ്പേഴ്സ് ഓഫ് അസംബ്ലി ആകാം, മിനിസ്റ്ററും ആകാം, ചീഫ് മിനിസ്റ്ററും ആകാം, പ്രധാനമന്ത്രിയാകാം. നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആണെങ്കിൽ കൊലപാതക രാഷ്ട്രീയത്തിൽ കൂടി നേതാവായിട്ട് അധികാരത്തിലെത്തിയ ആളാണ്. നമ്മുടെ പ്രധാനമന്ത്രിയാണേലും കൂട്ടക്കൊലപാതകത്തിലൂടെ അധികാരത്തിലെത്തിയ ആളാണ്. അപ്പോൾ കൊലപാതകങ്ങൾ നടത്തുന്നതിന് ഇവർക്കൊന്നും യാതൊരു മടിയില്ല. ഇവർക്കെന്നല്ല, ലോകമെമ്പാടും അങ്ങനെ തന്നെയായിരുന്നു അധികാരത്തിലെത്താൻ. രാജകുടുംബങ്ങളിലാണെങ്കിൽ സഹോദരങ്ങൾ കൊല്ലുമായിരുന്നു, അപ്പനെ കൊല്ലുമായിരുന്നു, അമ്മയെ കൊല്ലുമായിരുന്നു. അപ്പോൾ ഈ ഡെമോക്രസി നമ്മൾ യൂറോപ്പിൻ്റെയും ലണ്ടൻ ബ്രിട്ടൻ്റെയൊക്കെ കണ്ട് അഡോപ്റ്റ് ചെയ്താണെങ്കിലും ഇപ്പോൾ അമേരിക്കൻ ഡെമോക്രസിയാണ്. അവിടെ ഒരു പരിമിതിയുണ്ട്, ഒരാൾക്ക് എത്ര തവണ പ്രസിഡൻ്റ് ആകാമെന്ന്. ഇവിടെ ആജീവനാന്തമാകാൻ പറ്റുന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. എന്നാൽ ഇത് മാറ്റി എഴുതാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും താല്പര്യമില്ല. എല്ലാവർക്കും 15, 50 കൊല്ലോ 60 കൊല്ലോ ഒക്കെ അധികാരത്തിലിരിക്കണം. അതുകൊണ്ടാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയാലും അധികാരത്തിൽ വരണം എന്നുള്ള ചിന്ത വരുന്നത്. എന്നാൽ ഈ ഒരു 10 വർഷമോ 5 വർഷമായിട്ട് ഇവരുടെ അധികാര പരിമിതപ്പെടുത്തുകയാണെങ്കിൽ ഇവർക്ക് കൊലപാതകത്തിലോട്ട് പോകാൻ മടി കാണും. കാരണം എന്താ വെച്ചാൽ അടുത്ത് കഴിഞ്ഞ് വരുന്ന ഭരണാധികാരികൾ ഇവരെ അന്വേഷിച്ച് കുറ്റം കണ്ടുപിടിച്ച് ജയിലിലടയ്ക്കും എന്നുള്ളൊരു ഭയം കാണും. ഇവിടെ ഏതെങ്കിലും പ്രധാനമന്ത്രി ജയിലിൽ കിടന്നതായിട്ട് കേട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. അതേ സ്ഥാനത്ത് ബാക്കിയുള്ള ജപ്പാനിലാണേലും ഇസ്രായേലിലാണേലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ജനാധിപത്യത്തിലുള്ളിടത്ത്, നല്ല ജനാധിപത്യം ഉള്ളിടത്ത് പ്രധാനമന്ത്രിമാരും ജയിലിൽ പോകാറുണ്ട് അഴിമതി നടത്തിയതിൻ്റെ പേരിൽ. അപ്പം അതുകൊണ്ട് ഇപ്പം മോദിയുടെ ഒരു തന്ത്രം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിക്കുന്ന തന്ത്രമാണ് ബെടക്കാക്കി തനിക്കാക്കുക. ഇപ്പോൾ ക്രിസ്ത്യാനികളെ ബെടക്കാക്കിയിട്ട് തനിക്കാക്കാൻ വേണ്ടിയാണ് മോദി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പരിശ്രമിക്കുന്നത്. പിന്നെ മോദിയുടെ സ്വഭാവമാണ്, അയാൾ കത്തി കയറ്റുമെന്നുണ്ടെങ്കിൽ അയാൾ കെട്ടിപ്പിടിക്കും. അതാണ് ബുദ്ധിമാന്മാരായ കുറ്റവാളികളുടെ നേതാക്കന്മാരെ നമ്മൾ സിനിമയിലൊക്കെ കാണത്തില്ലേ. ശത്രുവിനെ സംഹരിക്കണമെന്നുള്ള ശത്രുവായിട്ട് പിന്നെ ഭയങ്കര സ്നേഹമായിരിക്കും. ബുദ്ധി ഇല്ലാത്തവരാണ് ശത്രുവിനെ ശത്രുവായിട്ട് കണക്കാക്കി പെരുമാറും. അപ്പോൾ ശത്രുവിനും മനസ്സിലാക്കാൻ പറ്റും ഇവൻ എൻ്റെ ശത്രുവാണ്. പക്ഷെ മോദിയുടെ തന്ത്രത്തിൽ ശത്രുക്കൾക്ക് അല്ലെ എതിരെ നിൽക്കുന്നവർക്ക് മനസ്സിലാകില്ല മോദി പിച്ചാത്തി പുറകിൽ നിന്ന് കയറ്റുന്നു. അങ്ങനെയാണ് 2 വർഷം മുമ്പ് ഒരു ഈസ്റ്ററിൻ്റെ സമയത്ത് ഡൽഹിയിലെ മെത്രാന്മാരുടെയും കത്തീഡ്രൽ പള്ളിയിലൊക്കെ പോയി മോദി അവരോടുകൂടി എല്ലാം സഹകരിച്ച് ഞാൻ നിങ്ങളുടെ സ്വന്തമാണെന്ന് വരുത്തി തീർത്തിട്ട് മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യാനുള്ള തന്ത്രം ആവിഷ്കരിച്ചു. എന്നിട്ട് അങ്ങോട്ട് പോയേയില്ല. എന്നുവെച്ചാൽ പോയി എങ്ങനെ നമ്മളൊരു കാര്യത്തെ തീ കൊളുത്തി വിട്ടിട്ട് ഈ തീ കൊളുത്തി വിടുന്നവർക്ക് തിരിച്ച് താഴോട്ട് പിടിക്കണമെന്ന് കാണത്തില്ലല്ലോ. അങ്ങനെയെല്ലാം അവിടെ തീർന്ന് കഴിഞ്ഞ് ഇവിടെ ഛത്തീസ്ഗഡിൽ കുറേ കന്യാസ്ത്രീകളെയും പിടിച്ച് ജയിലിലിട്ടു. അപ്പോൾ ക്രിസ്ത്യാനികൾ ഓടിച്ചെന്നു ഞങ്ങളുടെ കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് വിടണമെന്നും പറഞ്ഞു. കേരളത്തിലുള്ള മെത്രാന്മാരും ബിഷപ്പുമാരും എല്ലാം ഇവിടെ രാജീശൻ തിരുസേറിൻ്റെയൊക്കെ കാല് പിടിച്ചു. അപ്പം മോദി വിട്ടവർ അവരെ ഒരാഴ്ചയിലും കിടത്തണം എന്നുള്ള ഉദ്ദേശത്തിലൂടെ അവിടെ കോടതി, സെഷൻ കോടതിയാണോ, മജിസ്ട്രേറ്റ് കോടതിയാണോ, CBI കോടതിയാണോ, NIA കോടതിയാണോ, ഹൈക്കോടതിയാണോ, ഇങ്ങനെയുള്ള കോടതികൾ തമ്മിൽ അവിടെ ഒരു കളി കളിച്ചു. ഇതൊന്നും നമ്മുടെ മെത്രാന്മാർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അവർക്ക് താല്പര്യം കൂടുതൽ പെണ്ണുങ്ങളുടെ കുമ്പസാര പാപം കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ. കുമ്പസാരവും കുർബാന 2 കുദാശ അങ്ങനെ കൊട്ടിഘോഷിച്ച് വിശ്വാസികളെ കഥയുണ്ടെങ്കിലേ സ്വർഗത്തിൽ പോകുന്നുള്ള ധാരണ ഉണ്ടാക്കി നിലനിൽക്കുക എന്നുള്ളതാണ് അവരുടെ താല്പര്യം. അല്ലാതെ ഈ രാഷ്ട്രീയക്കാരുടെ തന്ത്രങ്ങളിൽ വീഴാണ്ടിരിക്കണമെന്നുള്ള അതൊന്നും അവർക്ക് താല്പര്യമല്ല. വിശ്വാസികൾക്കും അത് തന്നെയാണ്. എന്നുവെച്ചാൽ അതുകൊണ്ടാണല്ലോ അവർ ആ വിശ്വാസത്തിൽ നിൽക്കുന്നത്, ഇവർ പറയുന്ന പോലെ കേട്ട് നിൽക്കുന്നത്. ഇപ്പം മോദി ഈ കന്യാസ്ത്രീകളെ പിടിച്ച് ഡെലിബറേറ്റ് ആയിട്ടൊരു മനുഷ്യക്കടത്തും മത കൺവേർഷനും ഒന്നും അവിടെ ഇല്ലായിരുന്നു. ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാതെയാണ് അറസ്റ്റ് നടക്കുന്നത്. അതായത് നമ്മുടെ ഇവിടെ പിണറായി വിജയൻ അത് കണ്ടിട്ട് ഫോളോ ചെയ്യുന്നതാണോ അതേ പിണറായി വിജയൻ്റെ കണ്ടിട്ട് മോദി പഠിച്ചതാണോ എന്നറിയത്തില്ല.
പിണറായി വിജയൻ ഇവിടെ അങ്ങനെയല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു, പരാതിക്കാരുണ്ടോ എന്ന് മേടിച്ച് ഇന്ത്യ മുഴുവൻ ഓടി നടക്കുക. തെളിവുണ്ടോ, ഒരാൾ തെളിവുണ്ടെന്ന് പറയുന്ന ആൾക്കും തെളിവ് കൊടുക്കുന്നില്ല. അപ്പോൾ പരാതിയില്ലാതെ കേസ് രജിസ്റ്റർ ചെയ്ത് പരാതിക്കാരെ അന്വേഷിച്ച് നടക്കുന്ന സമ്പ്രദായം പോലെ മോദി അവിടെ കന്യാസ്ത്രീകൾക്കെതിരെയും ചെയ്തേ. മോദി ആദ്യ കേസ് ഇവരെ അറസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞ് പരാതി എഴുതി ഉണ്ടാക്കി. അപ്പോൾ ഈ മോദിയുടെ തന്ത്രമാണിത്. അടുത്ത ഇലക്ഷന് കേരളത്തിൽ നിന്ന് മാക്സിമം ക്രിസ്ത്യാനികളുടെ സപ്പോർട്ട് കിട്ടണം. അതിനുവേണ്ടി ക്രിസ്ത്യാനികളെ ആക്കി ബെടക്കാക്കി. ഇനി ബിഷപ്പുമാരൊക്കെ മോദിയോട് ചേർന്ന് നിന്നില്ലെങ്കിൽ ഇന്ത്യയിൽ അവർക്ക് ഇപ്പോൾ അടുത്ത പാർലമെൻറ്റ് ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷനൊക്കെ ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഇവരെ കൂട്ടത്തിൽ നിർത്തണം, ഇവരെ ആദ്യം ബെടക്കാക്കണം. അതാണ് മോദിയുടെ തന്ത്രം. അത് എല്ലാവരും, ചില അച്ചായന്മാർ, അച്ചാത്തികളും അച്ഛന്മാരും മെത്രന്മാരൊക്കെ മനസ്സിലാക്കിയാൽ കൊള്ളാം. നന്ദി, നമസ്കാരം. കാഴ്ചപ്പാട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ക്യാപ്റ്റൻ ജോയ്.